ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഇതാ അടുത്തു വരികയാണ്. ഓഡിറ്റ് ആവശ്യമില്ലാത്തവർക്ക് 2025 സെപ്റ്റംബർ 15 അവസാന ദിവസം. ഈ സമയത്ത് നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. എൻ്റെ വരുമാനം വളരെ കുറവാണ്, ടാക്സ് ഒന്നും അടയ്ക്കാനുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ITR ഫയൽ ചെയ്യുന്നത്? നിങ്ങൾക്കും ഇതേ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം നിങ്ങളുടെ വാർഷിക വരുമാനം ടാക്സ് അടയ്ക്കേണ്ട പരിധിക്ക് താഴെയാണെങ്കിൽ പോലും നിയമപരമായി നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ITR ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മൊത്ത വരുമാനത്തെയും നിങ്ങൾ ഏത് നികുതി വ്യവസ്ഥയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെയും ആശ്രയിച്ചാണ്. അതായത് പുതിയ നികുതി വ്യവസ്ഥ അഥവാ ന്യൂ റെജീം ആണെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. ഇനി നിങ്ങൾ പഴയ നികുതി വ്യവസ്ഥ അഥവാ ഓൾഡ് റെജീം ആണ് പിന്തുടരുന്നതെങ്കിൽ ഈ പരിധി 2.5 ലക്ഷം രൂപയാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വരുമാന പരിധി കണക്കാക്കുന്നത് നിങ്ങൾ ATC, ATD പോലുള്ള കിഴിവുകൾ നേടുന്നതിന് മുൻപുള്ള നിങ്ങളുടെ മൊത്ത വരുമാനം നോക്കിയാണ്. നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരാൾക്ക് ശമ്പളമായി 2.5 ലക്ഷം രൂപയും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 70,000 രൂപ ലാഭവും കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അയാളുടെ മൊത്ത വരുമാനം 3,20,000 രൂപയാണ്. അയാൾ പുതിയ നികുതി വ്യവസ്ഥയിലാണ് വരുന്നതെങ്കിൽ ഈ വരുമാനം 3 ലക്ഷം എന്ന പരിധിക്ക് മുകളിലാണ്. അതുകൊണ്ട് അയാൾ നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. ഇനി അയാൾ പഴയ നികുതി വ്യവസ്ഥയിലാണെങ്കിൽ പോലും കിഴിവുകൾക്ക് മുൻപുള്ള വരുമാനം 2.5 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കിഴിവ് കഴിഞ്ഞ് ടാക്സ് അടയ്ക്കാനില്ലെങ്കിൽ പോലും നിയമം അനുസരിച്ച് ഫയൽ ചെയ്യണം. ഇനി നിങ്ങളുടെ വരുമാനം ഈ പറഞ്ഞ പരിധിക്കൊക്കെ താഴെയാണെന്ന് വെക്കുക. എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ITR ഫയൽ ചെയ്തേ മതിയാവും. അതെപ്പോഴൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ ബാങ്കിലെ പലിശയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും നികുതി അഥവാ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കണമെങ്കിൽ ITR ഫയൽ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. അതുപോലെ ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ നിങ്ങൾക്കൊരു സാമ്പത്തിക വർഷം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അടുത്ത വർഷങ്ങളിലെ ലാഭവുമായി തട്ടിക്കിഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയപരിധിക്കുള്ളിൽ ITR ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ഒരു ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും വസ്തുവകകളോ ഓഹരി നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്ര കുറവാണെങ്കിലും നിങ്ങൾ ITR ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതുകൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വലിയ തുക നിക്ഷേപിക്കുക, ഉയർന്ന വൈദ്യുതി ബിൽ അടയ്ക്കുക, വിദേശയാത്രയ്ക്ക് വലിയൊരു തുക ചിലവഴിക്കുക തുടങ്ങിയ ചില വലിയ ഇടപാടുകൾ നടത്തിയാലും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വന്നേക്കാം. അവസാനമായി, ഏതൊരു കമ്പനിക്കും അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആകട്ടെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാകട്ടെ, ആ വർഷം വരുമാനമില്ലെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എല്ലാ വർഷവും നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ. നിങ്ങളുടെ വരുമാനം മാത്രം നോക്കാതെ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടി പരിഗണിച്ച് വേണം നിങ്ങൾ ITR ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അവസാന ദിവസത്തെ തിരക്കൊഴിവാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.